നമ്മളിന്ന് കുഴുവേലിപ്പടിയിലാണ്. കാക്കനാടിനും കളമശ്ശേരിക്കും അടുത്താണ് കുഴുവേലിപ്പടി. മെയിൻ എടപ്പള്ളി പുക്കാറ്റോടി മെയിൻ റൂട്ടിൽ നിന്നും 1 കിലോമീറ്ററാണ് ഈ വില്ലയിലേക്ക് വരുന്ന ദൂരം. 4 സെൻറ്റ് 250 ലിങ്സ് ലാൻഡിൽ 1530 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. എലിവേഷനോട് ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ മതിലിൻ്റെ കളർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലുള്ള ഗേറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് എന്നുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയ 2 വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു വാഹനം നമ്മുടെ പോർച്ചിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം മുന്നിൽ നിർത്താനുള്ള സ്പേസ് ഉണ്ട്. അത് ചെറിയ വാഹനമാണെങ്കിൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വലിയതാണെന്നുണ്ടെങ്കിൽ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുഖദർശനം വരുന്നത് കിഴക്കോട്ടാണ്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. ഇത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് നല്ല വലിപ്പത്തിലായതുകൊണ്ട് തന്നെ 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. അതും നല്ല മരത്തിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത്. വടക്കോട്ടാണ് ഡോറിൻ്റെ ദർശനം വന്നുള്ളത്. അതായത് വീട് ഫേസ് ചെയ്യുന്നത് വടക്കോട്ടാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. കോർണർ സെറ്റ് നമുക്ക് വലിപ്പമുള്ളൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനലാണ് വന്നുള്ളത്. സൗത്ത് സൈഡിലും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ഓടിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ഭാഗമാണിത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വാൾപേപ്പറാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ സ്പേസിന് LED ലൈറ്റുകളും വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് പോവാം. ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണിത്. അതും ഭംഗിയുള്ളൊരു ഡിസൈനോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. LED വർക്കുകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം വെസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ, ഈസ്റ്റ് സൈഡിലായിട്ട് പെർഗോളാസ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഒരു 8 ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. വാഷ് കൗണ്ടർ നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. അപ്പം താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മിറർ വരുന്നുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. സ്റ്റെയറിനടിയിലായിട്ടാണ് ഇൻവെർട്ടറിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ 2 സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഫോഗും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെയായിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ, ഒരു പ്രീമിയം കളർ പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അക്രിലിക്കിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെയായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നല്ലൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടി. ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് സെക്കൻഡ് പോർഷൻ വന്നിട്ടുള്ളത്. ഒരു വാഷ് കൗണ്ടറിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയായിട്ട് 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഇനി പുറകിലേക്ക് ഇറങ്ങാം നമുക്ക്. അതായത് കിച്ചൻ്റെ ബാക്ക് വശമാണ്. കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെടികളൊക്കെ നമുക്ക് ഇവിടെ നടാവുന്നതാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട്. ടാപ്പും വരുന്നുണ്ട്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ കബോർഡും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. അതുപോലെ ഹീറ്ററിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിലിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ മേലേക്ക് കയറാം. ഈസ്റ്റ് സൈഡാണ് ഈ കാണുന്നത്. പെർഗോളാസ് വന്നിരിക്കുകയാണ് അവിടെ. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഈസ്റ്റ് സൈഡ് വന്നിരിക്കുകയാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 12 അടി നീളവും 10 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. അപ്പം ഇവിടെയായിട്ടാണ് ഇതിന് കബോർഡ് കൊടുത്തിട്ടുള്ളത്. മിറർ കൊടുത്തിട്ടുണ്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോകാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ടൈൽ പാറ്റേൺ വന്നിരിക്കുന്നത് താഴെ മാറ്റ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. നല്ലൊരു ബാത്റൂം തന്നെയാണ്. നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 12 അടി നീളവും 11 അടി വീതിയാണ്. ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. നല്ല ഭംഗിയുള്ള കബോർഡ് വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബാൽക്കണിയോട് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഒരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ബാൽക്കണിക്കുണ്ട്. പോരാതെ തന്നെ നമുക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്പൺ ബാൽക്കണി കൂടി ഉണ്ട്. ഇത് പോർച്ചിൻ്റെ മേലെ വരുന്ന പോർഷനും കൂടിയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഓപ്പൺ ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. അലക്കി വിരിച്ചിടാൻ മേലേക്ക് പോകണമെന്നില്ല. ഇവിടെ തന്നെ ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളം. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഷീറ്റിട്ട്. സ്ക്വയർ ട്യൂബിലാണ് മറച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. റെയിൻ വാട്ടറൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാവുന്നതാണ്. സ്റ്റെയർ മൊത്തത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുകയാണ്. ടാങ്ക് വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ ടാപ്പിലൊക്കെ നല്ല പ്രശ്നം ഉണ്ടാവും. ഇത് റൂഫ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആണ്. മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട്ടിലേക്കും കളമശ്ശേരിക്കും എടപ്പള്ളി ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 250 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1530 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ്. മനോഹരമായിട്ട് വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 75 lakhs ആണ്. അതും ആസ്കിംഗ് പ്രൈസ് ആണ്, വില നെഗോഷ്യബിളും ആണ്. 80% ലോൺ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.